ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ സാമൂഹ്യ സേവനങ്ങളിലൂടെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാവ്. എന്നോടൊപ്പം നിന്നതാ. നിനക്കത് ചെയ്യാൻ പറ്റും. സാറിനോടൊപ്പം നമ്മളൊക്കെ വേണം പ്രതാപ. പൂജയുടെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. മന്ത്രങ്ങൾ തെറ്റാതെ ഉരുവിടൂ. മനസ്സു മുഴുവൻ ഏകാഗ്രതയിൽ അർപ്പിക്കൂ. പ്രാർത്ഥിച്ചോളൂ. മഹാദേവവർമ്മ സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഇതിന് അർഹതപ്പെട്ടവൻ വേറെയാണ്. അവൻ തിരിച്ചു വന്നിരിക്കുന്നു. മനസ്സിലായില്ല. നിയോഗിക്കപ്പെട്ടവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങൾക്കും അവനോടൊപ്പം നിന്ന് അനുഭവിക്കാം. അത്രേ ഉള്ളൂ. അതിന് ഞാൻ അവനെ നാട് കടത്തിയില്ലേ? അയാൾ പോയിട്ടില്ല, തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളുടെ അനുജൻ പ്രതാപവർമ്മ സൂര്യമംഗലത്ത് തിരിച്ചെത്തി. എന്താ പ്രതാപ, എന്തു പറ്റി? ഞാൻ പോയില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒത്തിരി ആലോചിച്ചു. ട്രെയിനുകൾ പലതും കടന്നുപോയപ്പോ ഞാൻ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. പോകണോ വേണ്ടിയോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചു. എന്നെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് മഹാദേവവർമ്മ സാറ. എന്റെ ഗുരുവും ആദർശ പുരുഷനും, എന്തിനു പറയുന്നു ഗാർഡിയൻ വരെ വർമ്മ സാറ. സാറിനെ മറന്ന് സ്വന്തം താല്പര്യം മാത്രം നോക്കിപ്പോയ അതൊരു വലിയ നന്ദികേടാവുമെന്ന് എനിക്ക് തോന്നി. നന്ദികേടിനേക്കാൾ വലിയൊരു മഹാപാപം ഇല്ല. സാറിനോട് ആ പാപം ചെയ്ത ദൈവം പോലും പൊറുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ ഞാൻ എന്റെ തീരുമാനം മാറ്റിയത്. സാറിനോട് ചോദിക്കാതെ പോകാൻ തീരുമാനിച്ച കുറ്റത്തിന് സാർ എനിക്ക് മാപ്പ് തരണം. എന്താ പ്രതാപ ഇത്? നീ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനവന്റെ കരിയർ തിരഞ്ഞെടുക്കാൻ അവനവന് തന്നെ അവകാശമുണ്ട്. അതേ നീ ആലോചിച്ചുള്ളൂ. അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? ഒരു സുപ്രഭാതത്തിൽ നീ എല്ലാം മറന്ന് ബാഗും എടുത്ത് ജോലി തേടി പോകുന്നത് കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. ഇവിടെ ജോലികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ നീ പോകുന്നത്. ഇനി എന്നോടൊപ്പം നിൽക്കാൻ നിനക്ക് താല്പര്യമില്ലേന്ന് വരെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. അയ്യോ സാർ, അങ്ങനെയല്ല. സാറിനെ ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. എനിക്കെന്ത് ബുദ്ധിമുട്ട്?
നീ എനിക്കൊപ്പം ഉള്ളത് എനിക്കൊരു അനുഗ്രഹവും ഉപകാരമല്ലേ? അല്ലേ വേണു? അല്ലേ ജഗ? തീർച്ചയായും മഹാദേവ വർമ്മ സാറിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പ്രതാപൻ. അതിപ്പോ രാഷ്ട്രീയ ജീവിതത്തിലായാലും നിത്യജീവിതത്തിലായാലും സാറിനെ മറന്ന് പ്രതാപൻ പോകാൻ തീരുമാനിച്ചത് ഒട്ടും ശരിയായില്ല. ആ തീരുമാനം പ്രതാപൻ പെട്ടെന്ന് മാറ്റിയല്ലോ. പ്രതാപ, നിനക്ക് നിന്റെ കഴിവിനെ കുറിച്ച് ശരിയായൊരു ബോധ്യമില്ലാഞ്ഞിട്ടാ. നിനക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നു. എന്റെ ഈ വാക്ക് വെറും വാക്കല്ല. അതുകൊണ്ട് നീ കുറച്ചുകൂടി പൊതുകാര്യങ്ങളിൽ ഇടപെടണം. ദുർബലരും പാവപ്പെട്ടവരും അധ്വാനിക്കുന്നവരുമായ മനുഷ്യരാണ് ഈ പാണ്ഡവപ്പാറയിൽ ഏറെയുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്ക്. അങ്ങനെ സാമൂഹ്യ സേവനങ്ങളിലൂടെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാക്. എന്നോടൊപ്പം നിന്നതാ. നിനക്കത് ചെയ്യാൻ പറ്റും. സാറിനോടൊപ്പം നമ്മളൊക്കെ വേണം പ്രതാപ. സാർ ഇവിടെ ഉള്ളപ്പോ നമ്മൾ എന്തിനു പേടിക്കണം? നമുക്ക് പോവാൻ വേണോ? ഇന്ന് പ്രതാപൻ സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ജഗനിവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛാ, ഞാനും കൂടി വന്നോട്ടെ. അതെന്തൊരു ചോദ്യാ? എന്റെ പൊന്നുമോളെ കൊണ്ടാക്കാതെ അച്ഛനെങ്ങോട്ടെങ്കിലും പോവോ? മോള് വാ. ശരി അമ്മേ. പ്രതാപ, എന്നാലും ആത്മസുഹൃത്തായി എന്നോട് ഒരക്ഷരം മിണ്ടാതെ നീ മുങ്ങാൻ തീരുമാനിച്ചോളാ ദ്രോഹി. വാ പറയട്ടെ. എവിടെയായിരുന്നടി നീ ഇത്ര നേരം? ഞാൻ തൊഴുത്തിലായിരുന്നു. തൊഴുത്തിലാണോ നിനക്ക് ഊണും ഉറക്കമൊക്കെ? തൊഴുത്തില് പശുക്കളി ചാണകത്തിന് പകരം സുഗന്ധദ്രവ്യങ്ങളാണോ വിസർജിക്കുന്നത്? നിന്നെ കുന്തിരിക്കും ചന്ദനത്തിനെയും മണക്കുന്നുണ്ടല്ലോ. അത് ഞാൻ തൊഴുത്തില് കൊതുകിന്റെ ശല്യം കാരണം കുറച്ച് കുന്തിരിക്കാൻ പുകച്ചു. കുറച്ച് കർപ്പൂരം പുകച്ചിട്ട് പനിനീര് തളിക്കായിരുന്നില്ലേ? അടുക്കളയിലോട്ട് ചെല്ലടി. ഓ, നിക്കടി അവിടെ. കുളിച്ചിട്ട് വേണം അടുക്കളയിലേക്ക് കയറാൻ. തൊഴുത്ത് പോയതാ. ശരി.